നമസ്കാരം. ഒരു സ്ത്രീ, പ്രത്യേകിച്ച് അവളൊരു ഡിവോഴ്സി ആണ് എന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങളായിരിക്കും. ഡിവോഴ്സിന് മുമ്പും ശേഷവും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകളായിരിക്കാം. ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകളായിരിക്കാം. ഈ ഡിവോഴ്സ് നടന്നത് പുരുഷന്റെ കാരണത്താലാണെങ്കിലും സമൂഹം പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് സ്ത്രീകളെ ആയിരിക്കാം. അവൾ കാരണമാണ് ആ ബന്ധം പിരിഞ്ഞത്, അവൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ഒരു പുരുഷൻ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറഞ്ഞ് എല്ലാ വിരലുകളും ആ സ്ത്രീയുടെ നേരെയായിരിക്കും ചൂണ്ടുന്നത്. ഈവൻ ആ സ്ത്രീയുടെ പേരൻസ് പോലും അവളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, അവളെ ഒറ്റപ്പെടുത്തും, നടതള്ളും. എല്ലാ ആൾക്കാരും അവൾക്ക് നേരെ വിരൽ ചൂണ്ടും. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അവരെ പിന്തുടരുന്ന ഒരുപാട് കഴുകൻ കണ്ണുകളുണ്ടായിരിക്കും. അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അവരെ പിന്തുടർന്ന് പ്രണയാഭ്യർത്ഥന നടത്തുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും കൂടെ ജീവിച്ചോളാം, ഒരുമിച്ച് കൊണ്ട് നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ അവളെ പിന്തുടരും. ഇനി അവൾ പിന്നീടൊരു വിവാഹം കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ജോലി നേടുകയോ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറുകയും ചെയ്തു കഴിഞ്ഞാലും ഡിവോഴ്സി ആണല്ലോ എന്നുള്ള പേര് അവളുടെ തലയിൽ നിന്ന് മാറില്ല. അത് മാച്ചു കളയാന് ഈ സമൂഹം സമ്മതിക്കില്ല. അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഇത്തരം സ്ട്രെസ്സും സ്ട്രെയിനും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ചിട്ടും ഡിവോഴ്സിന് ശേഷം വലിയൊരു കംബാക്ക് നടത്തിയ ഒത്തിരി സ്ത്രീകളെ നമുക്കറിയാം. അതിലൊരാളാണ് മഞ്ജു വാര്യർ. ഡിവോഴ്സ് ആയതിനു ശേഷവും തിരിച്ച് സിനിമയിലേക്ക് എത്തുകയും തൻ്റെതായിട്ടുള്ള ഒരു ഇടം സിനിമയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളൊരു നായികയാണ് മഞ്ജു വാര്യർ. അന്നുണ്ടായിരുന്ന അതേ നായിക പദവി, അതേ ഒരു സൂപ്പർ സ്റ്റാർ പദവി ഇന്നും അതേ രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മഞ്ജു വാര്യർക്കും ഒത്തിരി റൂമേഴ്സ് നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു സംവിധായകൻ സനൽ കുമാറുമായിട്ടുള്ളൊരു ഇഷ്യൂ. 2022 വലിയ വാർത്തകളായിട്ടുള്ളൊരു പ്രശ്നമാണ്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ സനൽകുമാർ എന്ന് പറയുന്ന സംവിധായകന്റെ അണ്ടറിൽ മഞ്ജു വാര്യർ കയറ്റം എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു. 2019 ആ മൂവി ചെയ്യുന്നത്. ആ മൂവി ചെയ്തതിനു ശേഷം ഈ സനൽകുമാർ നിരന്തരമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ മഞ്ജു വാര്യരെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. സ്റ്റോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുടരുക എന്നാണ് അതിനർത്ഥം. അപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ മഞ്ജു വാര്യരുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുകയും മഞ്ജുവും അയാളും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള റൂമേഴ്സ് ഒക്കെ പരത്തുകയും ഒക്കെ ഇയാൾ ചെയ്തു. ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ്, വിവാഹം കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിൽ പല രീതിയിൽ ഈ റൂമേഴ്സ് ഇയാൾ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം 2022 സഹി കെട്ടിട്ട് മഞ്ജു വാര്യർ കൊണ്ട് കേസ് കൊടുക്കുവാണ്. ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നു, ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മഞ്ജു വാര്യർ ഇയാൾക്ക് എഗിനസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുത്തു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്, വലിയ വാർത്തയായതാണ്. പിന്നീട് ഇയാൾ നമ്മുടെ നാട് വിട്ട് അമേരിക്കയിലേക്ക് പോയി. പിന്നെ കുറച്ചു നാൾ അയാളെ കുറിച്ചുള്ള വാർത്തകളൊന്നും കേൾക്കാനില്ലായിരുന്നു. എന്നാൽ പിന്നെയും അയാൾ തലമുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അയാൾ പറയുന്നത് 2 വർഷമായിട്ട് മഞ്ജു വാര്യരും അയാളും തമ്മിൽ നിരന്തരമായിട്ടുള്ള കോണ്ടാക്റ്റിലായിരുന്നു. കയറ്റം എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഫ്രീ ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് റിലീസ് ചെയ്യാതെ ഇങ്ങനെ മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ മഞ്ജു വാര്യരോട് നിരന്തരമായിട്ട് കോണ്ടാക്റ്റിലാണ്, ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, മഞ്ജുവിന്റെ ജീവൻ ആപത്തിലാണ്, മഞ്ജുവിനെ ആരൊക്കെയോ ചേർന്ന് തടവിലാക്കിയേക്കുവാണ്, ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് അയാൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഫേസ്ബുക്കിലൂടെ അയാൾ പങ്കുവെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു അനൗൺസ്മെന്റ് നടത്താനാണ് ഇപ്പോൾ ഈ മഞ്ഞു വീഴ്ച. കയറ്റം എന്ന സിനിമ ഇപ്പോൾ 5 വർഷമായി, 2019 ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമ ഇതുവരെയും റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നത്, കാണാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് അവർ തടവിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പോസ്റ്റ് ഇടുന്നതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ശബ്ദരേഖ ഞാനും അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ ഫോൺ കോൺവെർസേഷൻ ഇപ്പോൾ ഇന്റർനെറ്റിലുണ്ട്. ആ ഫോൺ കോൺവെർസേഷൻ വന്നതിന് ശേഷം ഇതുവരെയും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ഞാൻ ആ ഫോൺ കോൺവെർസേഷനിൽ സംസാരിച്ച 2 കാര്യങ്ങൾ, ഒന്ന് എൻ്റെ കേസ്, എനിക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണം എന്നായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ സിനിമ റിലീസ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് രണ്ടും തന്റെ കൺട്രോളിലല്ല എന്നാണ് പറഞ്ഞത്. അതേപറ്റി ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ്, അവരുടെ മാത്രമല്ല അവരുടെ മകളുടെയും ജീവൻ അപകടത്തിലാണ് എന്നാണ്. കേട്ടില്ലേ? ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നില്ല, കുറേ പോസ്റ്റുകൾ അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും.
മൊത്തത്തിനകത്തും മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് കുറെ ഫാന്റസിയും കുറെ സാഹിത്യപരമായിട്ടുള്ള വാക്കുകളൊക്കെ കുറിച്ച് പൈങ്കിളിയാണ്. റൊമാൻറ്റിക് ആയിട്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമാണ്, ഈ പ്രണയം എങ്ങനെ തുറന്നു പറയും, സമൂഹം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിനെതിരെയാണ്. ഇപ്പോഴും അവർ തമ്മിൽ പ്രണയത്തിലാണ്, അവർ ഒന്നിക്കാൻ സാധിക്കാത്തത് ഈ സമൂഹം കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് അങ്ങ് കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ജു വാര്യരെ ആരൊക്കെയോ ചേർന്ന് തടവിലാക്കിയേക്കുകയാണ്. എന്നിട്ട് ഫോഴ്സ്ഫുള്ളിയാണ് അയാൾക്കെതിരെയുള്ള പരാതി കൊടുത്തത്. അത് യഥാർത്ഥത്തിൽ മഞ്ജു കൊടുത്ത പരാതിയല്ല, കള്ള പരാതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഈ കുറിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കാണാം. ഇനി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മഞ്ജു വാര്യരുമായിട്ട് ഇയാൾ 2 വർഷമായിട്ട് കോണ്ടാക്റ്റിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മഞ്ജു വാര്യരുമായിട്ട് ഇയാൾ നടത്തിയ ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഫോൺ സംഭാഷണം ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഫോൺ സംഭാഷണം ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ പറ, ആ സംഭാഷണത്തിലുള്ള സ്ത്രീ മഞ്ജു വാര്യർ ആണോ അല്ലയോ എന്ന്. അല്ല, നീ അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. ഞാൻ നിക്കൂ ഞാൻ പറയട്ടെ. ഇല്ല, വെയിറ്റ് ഇത്രയും നേരം നീ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ല ഇത്ര ഞാൻ ഒരു കോണസ്റ്റ് നീ പറയും പോലെ മോശം കോണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കുന്നു? when I know the possibility of ruining me is high, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നടാ? എന്തിനാടാ ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. ഞാൻ എത്ര ദൂരം കോണസ്റ്റും തീരെ സ്ത്രീ ആയാലും ഏത് തേങ്ങ ആയാലും മോശமான സ്ത്രീ ആയാലും because you know that I love you. No. Yes, no, that is you're taking it for granted, man. ഈ ഓഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ക്ലാരിറ്റി ഇല്ല എങ്കിൽ പോലും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും കണ്ണടച്ച് പറയാൻ സാധിക്കും ഇത് മഞ്ജു ചേച്ചിയുടെ സൗണ്ട് അല്ല എന്ന്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മഞ്ജു വാര്യരുടെ സൗണ്ട് നല്ല പരിചയമാണ്. നമുക്ക് മോഹൻലാലിന്റെയും മമ്മൂക്കയുടെയും ഒക്കെ തന്നെ സൗണ്ട് പരിചിതമായതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ സൗണ്ട് നമുക്ക് പരിചയമുണ്ട്. മഞ്ജു വാര്യരുടെ സൗണ്ട് എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി മഞ്ജു വാര്യർക്ക് പനി പിടിച്ചാലും ജലദോഷമാണെങ്കിൽ പോലും മഞ്ജു വാര്യരുടെ സൗണ്ട് കേട്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ല എന്ന് യാതൊരു രീതിയിലുള്ള പഠനവും നടത്താതെ റിസർച്ച് നടത്താതെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇയാൾ ആരെയാണ് ഈ പൊട്ടനാക്കാൻ വേണ്ടി നോക്കുന്നത്? ഇവിടെ 3 കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. ഒന്നുകിൽ മഞ്ജു വാര്യരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടും അവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടും അവർക്കെതിരെ കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇയാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്നുകിൽ ഇയാളുടെ പുറകിൽ ആരെങ്കിലും ഒക്കെ കാണും. ഇയാൾ തന്നെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണയാലോ സൃഷ്ടിച്ചെടുത്തതായിരിക്കാം. ഇനി രണ്ടാമതായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. സൈക്കോളജിക്കലി ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഓരോന്ന് ഹലുസിനേറ്റ് ചെയ്യില്ലേ? മഞ്ജു വാര്യർ തന്നോട് സംസാരിക്കുന്നു, മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണ് എന്നുള്ള രീതിയിൽ ഹലുസിനേറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ആണ് എന്ന് പറഞ്ഞ് ഇയാളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് 3 പോസിബിലിറ്റിയെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കത്തുള്ളൂ. 3 ആയാലും ഇപ്പൊ പിന്നെ അമേരിക്കയിൽ ഇരിക്കുവാണല്ലോ, പോലീസിന് വന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് പിന്നെയും ഈ പോസ്റ്റുകൾ ഇടുന്നത്. ഇതിനകത്ത് ഒന്നേ ചെയ്യാൻ പറ്റൂ, മഞ്ജു വാര്യർ അറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർക്ക് വേണമെങ്കിൽ സൈബർ പോലീസിലൊക്കെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര കഷ്ടമാണ്. ഒരു സ്ത്രീ അവർ ഡിവോഴ്സിന് ശേഷം അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവർ ഇൻഡിപെൻഡന്റ് ആണ്, എത്ര എഫോർട്ട് എടുത്താലും അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ അടിച്ച് താഴെ ഇടാനും അവരുടെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യാനും കുറെ മാനസിക രോഗികൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ ശല്യം ചെയ്യുവാണെന്ന് ഓരോ വ്യക്തികൾക്കും അറിയാം. മഞ്ജു വാര്യരുടെ ഇമേജ് ഇടിച്ച് താഴ്ത്തണം, അവരുടെ പേര് നശിപ്പിക്കണം, അവരെ അപമാനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു സ്ത്രീയോടും ആരും കാണിക്കാൻ പാടില്ല. മഞ്ജു വാര്യർ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയതാണ്. അന്ന് 2022 മഞ്ജു വാര്യർ കേസ് കൊടുത്തതിലൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമായതാണ് നമുക്ക്. മഞ്ജു വാര്യർ തടവിലാണ് പോലും, അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആരൊക്കെയോ ചെയ്യിപ്പിക്കുന്നതാണത്രേ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ എന്നും കാണുന്നതാണ്. ഇപ്പോൾ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു, ഒരുപാട് ഫംഗ്ഷനുകൾ പബ്ലിക്കായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മഞ്ജു വാര്യർ വരുന്നതാണ്. അവർക്ക് തടവിലാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു സൈൻ കാണിക്കാൻ അവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവർ തടവിലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും മുമ്പ് കണ്ടെത്തിയിരുന്നേനെ. ഇത് വേറൊന്നുമല്ല, ഇവരുടെ പേരിടിച്ച് താഴ്ത്തണം, ഇവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കണം, ഇവരെ അപമാനിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യർക്ക് പ്രേമിക്കാൻ ഇയാളെ മാത്രമേ കിട്ടിയുള്ളല്ലോ. ഡിവോഴ്സിന് ശേഷം അങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യർക്ക് എത്രയോ പ്രപ്പോസലുകൾ വരുമായിരുന്നു, എത്രയോ ആൾക്കാരെ കല്യാണം കഴിക്കാമായിരുന്നു. കല്യാണം വേണ്ട എന്ന് തീരുമാനിച്ചത് അവർ തന്നെയാണ്. ഇപ്പോഴും അവർക്ക് പ്രപ്പോസൽസ് നിരവധി വരും.
പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അവർ കല്യാണം കഴിക്കുന്നത്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്, അവർക്ക് വരുമാനമുണ്ട്, അവർക്ക് ജീവിക്കാൻ അറിയാം. പിന്നെ ഇവർക്കൊക്കെ എന്തിന്റെ വിഷയമാണ്? ഇതുപോലെയുള്ളവരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇയാളെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടിടാൻ ഇയാളുടെ ഒപ്പം ആരും ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്ഭുതമാണ് തോന്നുന്നത് ഇപ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ആലോചിച്ച്.